നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പേടിക്കണ്ട, ആക്രമിക്കാൻ വന്നതൊന്നുമല്ല. അടവ് നയം മാറ്റിയ കാര്യം അറിയിക്കാൻ വന്നതാ. മനസ്സിലായില്ല. ഒരു കൂരയ്ക്ക് കീഴിൽ താമസിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം കലഹിക്കുന്നതില് അർത്ഥമില്ല. നല്ല അടിപൊളി ഡയലോഗ്. ഇത്രയും നാൾ ഇതൊക്കെ എവിടെ വെച്ചേക്കുമായിരുന്നു? ഇങ്ങോട്ട് ഇറക്കി വിട്. പറഞ്ഞത് മനസ്സിലായില്ലേ? കുഞ്ഞിന്റെ കാര്യത്തില് നമ്മൾ തമ്മിലൊരു മത്സരം വേണ്ടാന്ന്. കോടതിയും കേസും ഒന്നുമില്ലാതെ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാ. എന്ത് കോംപ്രമൈസ്? നീ എനിക്ക് എന്റെ കുഞ്ഞിനെ വിട്ടുതരണം. ഇത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യമല്ലേ? സംസാരിച്ചു കഴിഞ്ഞില്ല, സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. എന്റെ കുഞ്ഞിനെ നീ എനിക്ക് വിട്ടുതരില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ എനിക്കും പലതും പറയേണ്ടി വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാ നീ ഞെട്ടില്ലായിരിക്കും, പക്ഷേ ലോകം ഞെട്ടും. എന്റെ അമ്മോ, സൂപ്പർ. നീ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നത് യാഥാർത്ഥ്യ. പക്ഷേ അതിലും വലിയൊരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. ആ കുഞ്ഞിന്റെ അച്ഛൻ ഞങ്ങളുടെ ആദിയല്ല. ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ. നീ ഞെട്ടിയല്ലോ. ഇല്ലാത്ത കാര്യം കേൾക്കുമ്പോ ഞാനെന്തിനാ ഞെട്ടുന്നത്? ഞാൻ പറഞ്ഞത് ഇല്ലാത്ത കാര്യമല്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. എനിക്കും നിനക്കും മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആ കടപ്പുറത്തുകാരൻ ഷാനുവിനും അവന്റെ ഉമ്മയ്ക്കും അറിയാം. അപ്പൊ നീ വിചാരിക്കും ഈ കഥ നമ്മൾ 4 പേരിൽ ഒതുങ്ങിയില്ല. ഒരിക്കലുമില്ല. എല്ലാം അറിയാവുന്ന 5ാമതൊരാൾ ഈ ഭൂമിയിലുണ്ട്. ഈ വീട്ടില് ഈ കഥ ആദ്യം കേട്ട ഒരാൾ വേറാരുമല്ല, ദേ നമ്മുടെ ഗോമതി ചേച്ചി. നീ എന്താ മോളെ വിചാരിച്ചത്? നീ വലിയ സതീ സാവിത്രിയാണെന്നോ? നിന്നെ പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നോ? നിന്നെ വിളക്ക് വെച്ച് കയറ്റുമ്പോ മുത്തശ്ശി എന്താ പറഞ്ഞത്? മച്ചകത്തിരിക്കുന്ന ഭഗവതിക്ക് തുല്യാണ് നീയെന്നോ? മച്ചകത്തിരിക്കുന്ന ഭഗവതിയല്ല, വടക്കനിയിൽ തളച്ച മൂദേവിയാ നീയെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. പിന്നെ ഇത്രയും കാലം ഞങ്ങൾക്കറിയാവുന്ന ആ രഹസ്യം ഞങ്ങൾ മൂടിവെച്ചത് മനഃപൂർവ്വം. നിന്നെ പേടിച്ചിട്ടോ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഒന്നും അറിയാത്ത പാവം അമ്മ ഇത് കേട്ട് ചങ്കുപൊട്ടി ചാങ്ങുന്നത് കാണാൻ കരുത്തില്ലാത്തത് കൊണ്ടാ. പക്ഷേ ഇനി അങ്ങനെ ഒരു ഔദാര്യം നീ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. അതിനാർക്ക് വേണം നിങ്ങളുടെ ഔദാര്യം? ഇല്ലാ കഥകൾ പറഞ്ഞാ ഞാനങ്ങ് പേടിക്കുന്നു വിചാരിച്ചോ? ഇല്ലാ കഥകളോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതൊക്കെ എങ്ങനെയാ കൊച്ച ഇല്ലാ കഥകളാവുന്നേ? നിങ്ങൾ എന്ത് കണ്ടെന്നാ പറയുന്നേ? ചോദിക്ക, അങ്ങനെ മര്യാദക്ക് ചോദിക്ക. എന്നാലല്ലേ കണ്ടതൊക്കെ എനിക്ക് മണിമണി പോലെ പറയാൻ പറ്റൂ. പറഞ്ഞു കൊടുക്ക് ചേച്ചി അങ്ങോട്ട്, അവൾ അറിയട്ടെ. ഇത്രയും കാലം നമ്മളൊക്കെ അവൾക്ക് ചെയ്തു കൊടുത്ത ആനുകൂല്യം എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തത് പോലെ ഇവൾ ഇവിടെ നിന്ന് ആട്ടിയിറക്കാതെ നമ്മൾ കടിച്ചു പിടിച്ച് ജീവിച്ചത്. ആ കടപ്പുറത്തുകാരൻ തെമ്മാടിയുടെ കൊച്ചിനെ വയറ്റിലിട്ടുകൊണ്ട് എന്റെ അനുജനെ ചതച്ച ഇവള് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ. എന്റെ പൊന്നു മോളെ, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഈ ഭൂമിയിലുണ്ട്.